ഓക്കെ, നമുക്ക് മോഡിഫൈയിൽ സ്കെയിൽ എന്ന ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സപ്പോസ് ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, ഇത് എൻ്റെ ഒരു ടേബിളാണെന്ന് വിചാരിക്കുക, ടേബിളിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഈ ടേബിളിനെ ഇതെൻ്റെ ഒരു ടേബിളാണ്. ഓക്കെ, എനിക്ക് ഈ ടേബിളിനെ ഈ ഒരു സ്പേസിലോട്ടാണ് എനിക്ക് എനിക്ക് എൻ്റെ ടേബിളിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെക്കേണ്ടത്. അതായത് കറക്റ്റ് ലെങ്ത്ത്, അതായത് ടേബിളിലെ ലെങ്ത്ത് കറക്റ്റായിട്ട് ഈ പോയിന്റിൽ നിന്നിട്ട് ഈ പോയിന്റ് കറക്റ്റായിട്ട്, അതായത് ഈ പോയിന്റ് ഈ രണ്ട് ബൗണ്ടറിയുടെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടോ പോകാൻ പാടില്ല. ഇത് കറക്റ്റ് ഇതിൻ്റെ അകത്ത് ഫിറ്റായിട്ട് നിൽക്കണം. വിഡ്ത്ത് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് വിഷയമില്ല. പക്ഷേ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, സ്കെയിലിൻ്റെ കമാൻഡ് കാണിക്കണേ SC എൻ്റർ. ഓക്കെ, എൻ്റെ അടുത്ത് സെലക്ട് ഒബ്ജക്റ്റ് പറഞ്ഞു. ഓക്കെ, ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. വീണ്ടും സെലക്ട് ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു എൻ്റർ അടിച്ചു. സ്പെസിഫൈ ബേസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഞാനൊരു ബേസ് പോയിന്റ് കോർണറിൽ കൊടുത്തു. ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി മൗസ് നീക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മൗസിൻ്റെ കൺട്രോളിലല്ലാതെ അത് വലുതായിട്ട് സ്കെയിലായി പോയിരിക്കുന്ന ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, കമാൻഡ് വിൻഡോയിൽ സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഈ നമ്മുടെ ഈ വലിയ ടേബിളിൻ്റെ എത്ര സ്കെയിൽ ഫാക്ടറിലാണ് ഇത് ഇവിടെ ഇരിക്കേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് റെഫറൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ റെഫറൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ എൻ്റർ കൊടുത്താലും മതി. ഓക്കെ, എൻ്റെ അടുത്ത് പറഞ്ഞ സ്പെസിഫൈ റെഫറൻസ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെഫറൻസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ലെങ്ത്. അതായത് എനിക്ക് ഈ പോയിന്റ് മുതൽ എനിക്ക് ഈ പോയിന്റ് വരെ, അതായത് ആ പോയിന്റ് മുതൽ എനിക്ക് ഈ പോയിന്റ് വരെയാണ് ചേഞ്ച് ചെയ്യേണ്ട ലെങ്ത്. ഓക്കെ, ഈ ലെങ്ത് ആണല്ലോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലെങ്ത് ആണ് അവർ റെഫറൻസ് ലെങ്ത് എന്നൊന്ന് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ് ഈ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി മൗസ് നീക്കിക്കഴിഞ്ഞാൽ സ്കെയിലിംഗ് നമ്മുടെ കൺട്രോളിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും നമുക്കറിയില്ല കറക്റ്റായിട്ട് ഇവിടെ എങ്ങനെയാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കമാൻഡിൻ്റെ ഉള്ളിൽ പോയിൻറ്റ്സ് എന്ന ഓപ്ഷൻ കിടക്കുന്നുണ്ട്, ഒരു സബ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഞാൻ ആ പോയിൻറ്റ്സ് എന്ന സബ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ന്യൂ ലെങ്ത് ആണ് കാണിച്ചു കൊടുക്കേണ്ടത്. റെഫറൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യേണ്ട ലെങ്ത് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം പോയിൻ്റ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് എങ്ങോട്ടേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഇത് പുതിയ ലെങ്ത്. ഓക്കെ, ഞാൻ പറഞ്ഞ പുതിയ ലെങ്ത് എൻ്റെ ഇതാണ്, ഫസ്റ്റ് പോയിന്റ്. ഞാൻ സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓൾറെഡി നമുക്ക് കമാൻഡിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ക്രോസ് ഹെയർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കമാൻഡ് വിൻഡോയിൽ കമാൻഡ്സ് ഒന്നുമില്ല. അതായത് നമ്മുടെ സ്കെയിൽ എന്ന ഓപ്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മൾ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ ടേബിൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെന്ന്. ഓക്കെ, നമ്മുടെ ടേബിൾ ഇവിടെ ഓക്കെയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ടേബിളിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം, കാരണം നമുക്കവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയണ്ടേ. ഓക്കെ, ഇനി ഞാൻ ഈ ടേബിളിന് എടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ടേബിളിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് നോക്കേണ്ടത്, നമുക്ക് ഈ പോയിന്റിലാണ് നോക്കേണ്ടത്. ഓക്കെ, ഞാൻ ഈ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നോക്കൂ, കണ്ടോ, ലെങ്ത്ത് വൈസ് അവർ കറക്റ്റായിട്ട് സ്കെയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഒരിക്കലും അതായത് ലെങ്ത്തും വിഡ്ത്തും ഒരുമിച്ചാണ്, യൂണിഫോം ആയിട്ടാണ് സ്കെയിൽ ആകുന്നത്. അല്ലാതെ ഹൈറ്റ് മാത്രം സ്കെയിലായിട്ട് വിഡ്ത്ത് മാത്രം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല. യൂണിഫോം സ്കെയിലിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈറ്റ് വെച്ച് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വിഡ്ത്ത് കൂടി പോകുന്നത് ആയിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വിഡ്ത്ത് വെച്ചിട്ട് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൈറ്റ് അതിനനുസരിച്ചിട്ട് ചെറുതാവോ വലുതാവോ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്കെയിൽ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് സ്കെയിൽ ഫാക്ടർ യൂസ് ചെയ്യാതെ റെഫറൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്.